ലക്ഷറി കാർ ബ്രാൻഡായിട്ടുള്ള മെഴ്സിഡിസ് ബെൻസ് അവരുടെ സെക്കൻഡ് ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 3 മാസത്തെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മെഴ്സിഡിസ് ബെൻസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവരുടെ ഇന്ത്യയുടെ എം ഡി ആയിട്ടുള്ള സന്തോഷ് അയ്യർ തിങ്കളാഴ്ച മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 മാസം കൊണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസത്തിൽ ഇന്ത്യയിൽ വിട്ടിരിക്കുന്ന ടോട്ടൽ മെഴ്സിഡിസ് ബെൻസുകളുടെ എണ്ണം 5119 യൂണിറ്റാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 5117 യൂണിറ്റുകൾ വിറ്റിരുന്നു. അപ്പോൾ 5119 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നോക്കേണ്ടത് ഇതിൽ 2500-ലധികം കാറുകൾ വിറ്റിരിക്കുന്നത് സെപ്റ്റംബറിലെ അവസാനത്തെ 10 ദിവസമാണ്. അതായത് നവരാത്രി സമയങ്ങളിലാണ് വിറ്റിരിക്കുന്നത്. നവരാത്രി തുടങ്ങുന്ന ദിവസമാണ് GST കട്ട് വന്നത്. GST കട്ടിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഡിമാൻഡ് പിക്കപ്പ് ആയതെന്നാണ് ഇവരുടെ MD പറഞ്ഞിരിക്കുന്നത്. അതായത് GST കട്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 6% പ്രൈസ് റിഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മെഴ്സിഡിസ് ബെൻസിന് മാത്രമുള്ള അതേ പേരിൽ വരുന്ന മറ്റ് ലക്ഷറി ബ്രാൻഡുകൾക്കും 6%-ലധികം പ്രൈസ് റിഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഈ പെട്ടെന്ന് വന്നിരിക്കുന്ന ഡിമാൻഡ് കൂടാൻ എന്നുള്ളതാണ് കമ്പനി വിലയിരുത്തുന്നത്. അതായത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം, അതായത് നവരാത്രിയുടെ അവസാനത്തെ 9 ദിവസങ്ങളിൽ 270 മെഴ്സിഡിസ് കാറുകളാണ് ഒരു ദിവസം ഇന്ത്യയിൽ വിറ്റുപോയത്. അതായത് ഒരു 6 മിനിറ്റിലും ഒരു കാർ എന്ന രീതിയിലാണ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് വരുന്നത് ഏകദേശം 1 കോടി രൂപയാണ്. അപ്പോൾ 1 കോടി രൂപയുടെ കാറുകളാണ് ഒരു മണിക്കൂർ ഒരു 6 മിനിറ്റിൽ ഒരു കാർ എന്ന രീതിയിൽ അവസാന 10 ദിവസങ്ങളിൽ വിറ്റുപോയത്. അതുപോലെ തന്നെ വരുന്ന ക്വാർട്ടറുകളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് മെഴ്സിഡിസ് ബെൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ ഇലക്ട്രിക് വേരിയേഷനായിട്ടുള്ള ഇലക്ട്രിക് G580 എഡിഷൻ ഇന്ത്യയിൽ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ഓർഡറുകൾ മാത്രമാണുള്ളത്. ഇനി അത് സപ്ലൈ ഇന്ത്യയിൽ ഈ വർഷമില്ല, അടുത്ത വർഷം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഏകദേശം 3,10,00,000 രൂപയാണ് ആവറേജ് വരുന്നത്. അത് ഓൾറെഡി നമ്മൾ എല്ലാവരും ഇന്ത്യയിൽ ഓൾറെഡി വിചാരിച്ചിരുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. അടുത്ത വർഷം മാത്രമാണ് ഇനിയുള്ളത്. മറ്റൊന്ന്, ഈ മെഴ്സിഡിസ് ബെൻസ് കുറച്ചുകൂടി ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ 2 ഫിനാൻഷ്യൽ പ്ലാനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സിന് റെഡ്യൂസ് ആയിട്ടുള്ള EMI, അതായത് വണ്ടിയെടുത്ത് EMI അടക്കുന്നവരെ സംബന്ധിച്ചിട്ട് 11 മാസവും ചെറിയ EMIയും 1 മാസം മാത്രം ഹെവി EMI, വർഷത്തിൽ ഒരു EMI മാത്രം ഹെവി, ബാക്കിയുള്ള 11 EMIകൾ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ. മറ്റൊന്ന് കീ ടു കീ ഓഫർ എന്നാണ്. അതായത് ഈ വർഷം ടോപ്പ് എൻഡ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് അടുത്ത വർഷം പുതിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് പുതിയ ടോപ്പ് എൻഡിലേക്ക് നേരിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരവും കമ്പനി